ശിഷ്യന്മാരുമായി 63ാമത് സംസ്ഥാന കലോത്സവത്തിലെത്തിയ ഒരാളുണ്ട്, മുനീർ തലശ്ശേരി. ഒപ്പനയും അടക്കം ഒൽപ്പനയും ഏതൊക്കെയാണ് മത്സരമാണെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. എൻ്റെ പേര് മുനീർ തലശ്ശേരി. ഇപ്പോൾ ഇന്ന് തുടങ്ങിയ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 150 കുട്ടികളെ പരിശീലനം നൽകി ഇവിടെ എത്തിയിട്ടുണ്ട്. 6 ജില്ലകളിൽ നിന്ന് 1ാം സ്ഥാനം കിട്ടിയിട്ട് 15 ടീം ആണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ ടീമാണ്? ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഒപ്പനയ്ക്കുള്ള മേക്കപ്പ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ നിന്ന് ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയും ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയുണ്ട്. വട്ടപ്പാട്ട് കൊല്ലത്തുനിന്ന് MSM ചാത്തനാംകുളം, അവിടെ നിന്ന് ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട്. തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അവിടെ നിന്ന് ഹൈസ്കൂൾ വിഭാഗം ഒപ്പന, ഹൈസ്കൂൾ വിഭാഗം വട്ടപ്പാട്ട്, ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കാത്തലിക് എയ്റ്റ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ നിന്ന് ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന. കോഴിക്കോട് പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ നിന്ന് ഹൈസ്കൂൾ വിഭാഗം ഒപ്പന. കോഴിക്കോട് നിന്ന് തന്നെ തലക്കളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട്. അതുപോലെ തന്നെ അവിടെ ജില്ലയിൽ 2ാം സ്ഥാനം കിട്ടിയ വട്ടപ്പാട്ടുണ്ടായിരുന്നു. പേരോട് ഹയർ സെക്കൻഡറി സ്കൂൾ, അവർ അപ്പീൽ മുഖേന സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ നിന്ന് ക്രസൻറ്റ് പബ്ലിക് സ്കൂൾ, അവിടുന്ന് ഹൈസ്കൂൾ വിഭാഗം ഒപ്പന, ഹൈസ്കൂൾ വിഭാഗം വട്ടപ്പാട്ട്. അതുപോലെ പനമരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട്. അങ്ങനെ 15 ടീം. അല്ല, ഞാൻ മാഷിനെ ഒരു കാര്യം, ഇത്രയും പേരൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു പാഷൻ, അതിനൊപ്പം ജീവിതം, രണ്ടും കൂടെയാണ്. പിന്നെ എന്താ പറയുക, കല എന്ന് പറയുന്നത് വളരെ ചെറുപ്പം മുതലേ ഒരുപാട് സ്നേഹിച്ചിട്ട് ഈ ഒരു മേഖലയിൽ വന്ന ആളാണ് ഞാൻ. കാരണം 15ാമത്തെ വയസ്സിൽ മാപ്പിളകല പരിശീലകനായിട്ട് ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലുണ്ട്. ആദ്യ വർഷം തന്നെ പരിശീലനം നൽകിയ ടീം എറണാകുളത്ത് വെച്ചിട്ട് സംസ്ഥാന കലോത്സവമായിരുന്നു. 93-95 കാലഘട്ടം. അതിൽ 2ാം സ്ഥാനം വാങ്ങിയിട്ടാണ് എൻ്റെ ആദ്യത്തെ ഈ മേഖലയിലെ വരവ്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദൈവാനുഗ്രഹം കൊണ്ട് പല സ്കൂളുകളും കോണ്ടാക്ട് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. ഇപ്പോഴും യാത്ര എൻ്റെ ഒരു ഹോബിയായിട്ട് എടുത്തുകൊണ്ടാണ് പരിശീലനം നൽകുന്നത്. ഇപ്പം ഞാൻ നോക്കുമ്പം മണവാട്ടികളുടെ കൂടുതൽ ആൾക്കാരൊക്കെ മേക്കപ്പ് ചെയ്ത് നിർത്തുകയാണ്. മേക്കപ്പും ഈ ഡ്രസ്സിങ്ങൊക്കെ അതും പഠിച്ചിട്ടുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പണ്ടൊക്കെ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം എല്ലാം കൂടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആദ്യമൊക്കെ എനിക്ക് എൻ്റെ കുട്ടികളെ ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്ത് സ്റ്റേജിൽ എത്തിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഒത്തിരി ടീമുകളൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവരോടും ഒരേപോലെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് അസിസ്റ്റൻസ് ഉണ്ട്. എൻ്റെ തന്നെ ശിഷ്യന്മാർ, ഇപ്പോൾ അജ്മൽ, കിരൺ, ജസ്വിൻ, ജാഹിൻ ഷാ, അതുപോലെ വേറൊരു അജ്മലുണ്ട്. അങ്ങനെ ഒത്തിരി പേര്. അതുപോലെ എൻ്റെ മേക്കപ്പ് മാനാണ് ബാബു മാഷ്, പിന്നെ ചന്ദ്രൻ മാഷ്. അവരൊക്കെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഈ കൂടുതൽ ആരൊക്കെ ഏത് ടീമിൻ്റെ ആൾക്കാരാണ്? ഇത് എൻ്റെ കാത്തലിക് എയ്റ്റ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 1ാം സ്ഥാനം കിട്ടി വന്ന ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന. അപ്പം മാഷ് സ്റ്റേറ്റിലെത്തി മത്സരിച്ചിരുന്നോ? സ്റ്റേറ്റിലേക്ക് ഞാൻ 5ാം ക്ലാസ് മുതൽ പിന്നെ സ്കൂൾ കലോത്സവ വേദിയിൽ മത്സരിച്ചു. 8th, 9th, 10th സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ അപ്പോൾ ഒരുപാട് കലോത്സവമായി, കുറേ വർഷങ്ങളായിട്ടുള്ള കലോത്സവത്തിൽ അപ്പോൾ ഒരുപാട് ശിഷ്യന്മാർ കാണുമല്ലോ അല്ലേ? ഒരുപാടുണ്ട്, ദൈവാനുഗ്രഹം, ലക്ഷക്കണക്കിന്. അത്രയും. ഒപ്പം തന്നെ ഞാൻ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, ഇപ്പം ഒരു ഒപ്പന ടീമിന് സ്റ്റേറ്റിലേക്ക് എത്തുമ്പം അവർക്ക് കോസ്റ്റ്യൂം അടക്കം വലിയ ചിലവ് വരുന്നില്ലേ? ചിലവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും ക്വാളിറ്റിക്ക് എന്തായാലും അതിൻ്റേതായ റേറ്റ് ഉണ്ടല്ലോ. അതുപോലെ ഈ ഒരു കല എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വേദിയിലെത്തണമെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ ആവണം. സ്റ്റേറ്റിലേക്ക് ഞാൻ പലർക്കും അറിയില്ല, ഒരു സ്റ്റേറ്റ് ടീമിലേക്ക് ഒരു ഒപ്പന ടീമിലേക്ക് എത്തുമ്പോൾ ഏകദേശം എത്ര രൂപയാണ് അവർക്ക് എക്സ്പെൻസ് കണക്കാക്കുക സ്കൂളിൽ? സബ് ജില്ല മുതൽ എൻ്റെ ഒരു പരിശീലനം എന്ന് പറയുന്നത് സബ് ജില്ല മുതൽ സംസ്ഥാനം വരെ ഒരു 2 ലക്ഷം രൂപയോളം അടുത്ത് വരും ഒരു ഇവൻറ്റിന്. അപ്പോൾ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ അതേ അത്ര തന്നെ പൈസയാവും അല്ലേ? അല്ല, സബ് ജില്ല മുതൽ സ്റ്റേറ്റ് വരെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓരോ ഗഡുക്കളായിട്ട് ടോട്ടൽ ഒരു 2 ലക്ഷം രൂപയോളം ഒരു ടീം വഹിക്കണം. പക്ഷേ ഇത്രയും മൊഞ്ചത്തിയായിരിക്കുമ്പോൾ എല്ലാവരും കാണാതിരിക്കേണ്ട ആൾക്കാരുണ്ടാവും. അതെ, അതിൽ മക്കളൊരിക്കലും ഇനിയിപ്പം ഇല്ലായ്മ എന്നുള്ള കുട്ടികളാണെങ്കിലും അവർ ഭംഗിയായിട്ട് വേദിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ അവർ അതിനെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്
ഒപ്പനയിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് മഞ്ചത്തിയാര അല്ലെങ്കിൽ മണവാട്ടി എവിടെയെന്ന് അന്വേഷിക്കാറ്. അതെ അതെ, പക്ഷേ ഇപ്പം മണവാട്ടിയും കളിക്കാരും ഒരേ ലെവലാണ്. പറയാൻ കാരണം പഴയ കാലത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, മണവാട്ടിയാണ് ഏറ്റവും കൂടുതൽ റിച്ചായിട്ട് ഒരുങ്ങേണ്ടത്, ബാക്കിയുള്ളവർ പിന്നെ എന്താ പറയുക, ഒരു പഴയ കാലത്ത് ഒരു അടുക്കളപ്പണി ചെയ്യുന്ന രൂപത്തിൽ തട്ടമൊക്കെ മടക്കിയിട്ട് വരുന്ന ഒരു രീതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലുമല്ല. മലബാർ മേഖലകളിൽ പിന്നെ മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത് ആഭരണ പ്രിയരായിരുന്നു. കാരണം അവർ സ്വന്തം കയ്യിൽ ആഭരണം ഇല്ലെങ്കിലും അടുത്ത വീട്ടിൽ നിന്നെങ്കിലും കടം വാങ്ങി ധരിച്ച് പോകുന്ന ഒരു രീതി മുസ്ലിങ്ങളുടെ ഇടയിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. കാരണം കല്യാണത്തിന് പോകുമ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് സ്വർണ്ണാഭരണം താൽക്കാലികമായിട്ട് വാങ്ങി അണിഞ്ഞു പോകുക. അപ്പം ഒരിക്കലും കളിക്കുന്ന കുട്ടികൾ ഒരിക്കലും പിറകിലല്ല. കാരണം കല്യാണത്തിന് വരുന്നവർ അത്രയും ആ ഒരു ആഡംബരത്തോടെയായിരുന്നു കല്യാണത്തിൽ പങ്കെടുത്ത്. അപ്പോൾ എപ്പോഴും ആഭരണത്തിന് പ്രിയറി തന്നെയാണ്. ഇപ്പം പക്ഷേ ഇവരിൽ എന്തൊക്കെയാണ് ഡ്രസ്സുകളൊന്ന് പറയാമോ? ഇവരിപ്പം നമ്മൾ ഒപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന പഴയ കാലത്തുള്ള കാച്ചിമുണ്ട്, അവർ ഉടുത്തിരിക്കുന്നത് കാച്ചിമുണ്ടാണ്. പിന്നെ ഉള്ള പെൺകുപ്പായം എന്ന് പറയുന്ന കുപ്പായാണ് അവരിപ്പോൾ അണിഞ്ഞിരിക്കുന്നത്. പിന്നെ പഴയകാലത്തെ മാങ്ങാത്തട്ടം, അതിനെ സാമ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഇപ്പോൾ പുതുതായിട്ട് ചെയ്തെടുക്കാം. മാങ്ങ രൂപത്തിൽ പ്രിൻറ്റിങ് ഉള്ള തട്ടം, പിന്നെ ഇളക്കത്താലി, നെക്ലേസ്, അങ്ങനെ മാങ്ങാമാല, പിന്നെ പ്രധാനമായിട്ട് വെള്ളി അരഞ്ഞാണം. ഇത് പഴയ കാലത്ത് ഈ തുണ്ട് പൈസകളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സഞ്ചിയാണ്. കീശ അല്ലെങ്കിൽ ശീല എന്നൊക്കെ പറയും. അത്രയ്ക്ക് ഒരു കൂടെ കളിക്കുന്നവർക്ക് വരെ ഇത്രയും വലിയ ആഭരണം വേണം ഈ ഒപ്പനയ്ക്ക് അല്ലേ? വേണം. കുട്ടികളെന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ആ ഒരു തനിമ വിളിച്ചോതി അത് വരും തലമുറയെ പരിചയപ്പെടുത്തുക എന്നാണല്ലോ നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് പഴയ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ ഇന്ന് വരുന്ന തലമുറ ഇതിലൂടെയാണ് ഇങ്ങനെയൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള കലാരൂപങ്ങളിലൂടെ തന്നെയാണ്. അല്ലെ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു കല നിൽക്കുന്നത് കൊണ്ടാണ് പുതിയ തലമുറയ്ക്ക് പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ വസ്ത്രധാരണം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു വലിയൊരു കാര്യമല്ലേ. ഇപ്പം എന്താ പേര്? ബ്ലസ്സി ബിജു. എത്രയിലാണ് പഠിക്കുന്നത്? +1. ഇപ്പം പ്രാക്ടീസൊക്കെ എങ്ങനെയായിരുന്നു? കാരണം മാഷ് വല്ലപ്പോഴൊക്കെ വരാമെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ശിഷ്യന്മാർ ഒരുപാട് സ്ഥലത്ത് പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ അജ്മൽ സാറ് പഠിപ്പിക്കാൻ വരുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ഒപ്പനയെ പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. പിന്നെ സാറത് പഠിപ്പിച്ചു തന്ന ആദ്യം മുതൽക്ക്. പിന്നെ ഇവിടെ വരെ എത്താൻ സാധിച്ചില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ജില്ലയിലെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? അത് നല്ലതായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരരംഗത്ത്? 2-3 ടീം ഉണ്ടായിരുന്നു. ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പം പേടിയുണ്ടോ? ഇപ്പോഴില്ല, ചെറുതായിട്ട്. എ ഗ്രേഡ് വാങ്ങിയിട്ടേ മടങ്ങുള്ളൂ അല്ലേ? അതെ. എങ്ങനെയുണ്ട് ജില്ലയിലെ മത്സരങ്ങളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു, മനോഹരമായിരുന്നു. കോസ്റ്റ്യൂമോട്ടൊപ്പം സുന്ദരിയായി തോന്നിയല്ലോ, അടിപൊളി സുന്ദരിയുണ്ടല്ലോ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട്. അതെ, എല്ലാവരും സാറിൻ്റെ മേക്കപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഒപ്പന കളിക്കുന്നത്. അപ്പോൾ സാർ ഇത്ര കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന് ഞങ്ങളിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമൊക്കെ ഉണ്ട്. സാറിനോട് നന്ദി പറയുന്നു. പിന്നെ ഇത്രയും നല്ല സ്റ്റേജൊക്കെ കിട്ടി, ദൈവത്തിനോട് നന്ദി. അങ്ങനെ വലിയ ഒരു ശിഷ്യന്മാരുമായിട്ടാണ് എനിക്ക് ഒരു സന്തോഷം പറയാനുള്ളത്. എൻ്റെ പിന്നെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായത് ഇത് കേരള യൂണിവേഴ്സിറ്റിയിലെ ഒപ്പനയിൽ വർഷങ്ങളോളം കളിച്ച വിദ്യാർത്ഥിയാണ്. ഇപ്പം ഞാനിവിടെ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് കാണാൻ വേണ്ടി വന്നത്. അതുപോലെ അപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 3 വർഷം ലീഡിങ് സിംഗറായിട്ട് 1ാം സ്ഥാനം വാങ്ങിയ 2 മക്കളാണ് നിൽക്കുന്നത്, 2 പാർവതിമാർ. അപ്പം അതാണ് എവിടെ പോലും ശിഷ്യന്മാരുണ്ടെന്ന് അവർ ഈ ഒപ്പന എന്ന് പറയുമ്പോൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കുട്ടികളാണ് അവർ. കാരണം അത്രയും ഇപ്പം മുസ്ലിം കുട്ടികൾക്ക് മാത്രമാണ് ഒപ്പന എന്നുള്ള രീതിയൊക്കെ മാറി. ഇവരൊക്കെ പ്രത്യേകിച്ച് എൻ്റെ ഈ ഒരു ടീമിൽ മുസ്ലിം കുട്ടികൾ ആരും തന്നെ ഇല്ല, എല്ലാം. അപ്പം അവർ അത്രയും ഇഷ്ടത്തോടെയാണ് ഒപ്പന കാണുന്നത്. അവിടുത്തെ ഇപ്പം ടീച്ചറായാലും ലിസ ടീച്ചറാണ് ഇതിൻ്റെ ഇൻചാർജ്. പക്ഷെ അവരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഒപ്പന, കാരണം ഒപ്പന ഇതാണ് എന്ന് മനസ്സിലാക്കിയോടുകൂടെ അവർ ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളിൻ്റെ കുട്ടികൾക്കായാലും ഇപ്പം പഠിപ്പിക്കുന്നതിനെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾക്കായാലും വളരെ എന്താ പറയുക സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു സ്കൂളാണ് കാത്തലിക് ഹൈറ്റ്സ് സ്കൂൾ. എന്തായാലും പെരിയാറിലെ എത്തിയവരുടെ കയ്യടി വാങ്ങാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മണവാട്ടിമാരും ഒപ്പമുള്ളവരും ഒക്കെ തന്നെ. പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.